സിംഹവും കാട്ടിലെ കൂട്ടുകാരും. പശ്ചാത്തലം: സുന്ദരവനം എന്ന കാട്. അവിടെ ആന, കുരങ്ങൻ, മാൻ, മുയൽ എന്നിവർ വളരെ സന്തോഷത്തോടെയാണ് ജീവിച്ചിരുന്നത്. എന്നാൽ കാട്ടിലെ രാജാവായ ക്രൂരനായ സിംഹം വിശപ്പില്ലെങ്കിൽ പോലും മൃഗങ്ങളെ വേട്ടയാടി കൊല്ലുന്നത് പതിവായിരുന്നു. ഇതിനൊരു പരിഹാരം കാണാൻ കൂട്ടുകാർ ഒത്തുചേരുന്നു. രംഗം 1: കൂട്ടുകാരുടെ ചർച്ച. മാൻ പേടിയോടെ വിറച്ചുകൊണ്ട്, കൂട്ടുകാരെ, എനിക്ക് ഈ കാട്ടിൽ ജീവിക്കാൻ പേടിയാകുന്നു. ഇന്നലെ ആ സിംഹം എന്റെ ചേട്ടനെ പിടിച്ചുകൊണ്ടുപോയി. അടുത്തത് ആരാണെന്ന് ആർക്കറിയാം? ആന ചിഹ്നം വിളിച്ച് സങ്കടത്തോടെ, നീ പറഞ്ഞത് ശരിയാ മാനേ. ഞാൻ ഇത്ര വലിയ മൃഗമായിട്ടും എനിക്കും പേടിയാണ്. ആ സിംഹത്തിന് ഒട്ടും കരുണയില്ല. കുരങ്ങൻ മരക്കൊമ്പിലിരുന്ന് താഴേക്ക് ചാടി, നമ്മൾ ഇങ്ങനെ പേടിച്ചിരുന്നാൽ മതിയോ? എന്തെങ്കിലും ഒരു സൂത്രം കാണിക്കണം. നമുക്ക് എല്ലാവർക്കും കൂടി സിംഹത്തോട് നേരിട്ട് പോയി സംസാരിച്ചാലോ? മുയൽ പതുക്കെ മുന്നോട്ട് വന്ന് ബുദ്ധിപൂർവം ചിന്തിച്ച്, കുരങ്ങച്ച, നേരിട്ട് ചെന്നാൽ അവൻ നമ്മളെ ഒന്നിച്ചു തിന്നും. നമുക്കൊരു കരാറുണ്ടാക്കാം. ദിവസവും ഓരോ മൃഗം വീതം അവന്റെ ഗുഹയിലേക്ക് ചെല്ലാമെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് പേടിക്കാതെ ജീവിക്കാം. ആന: പക്ഷേ മുയലേ, അതിന് സിംഹം സമ്മതിക്കുമോ? മുയൽ: അവന് വേട്ടയാടാൻ നടക്കേണ്ടി വരില്ലല്ലോ, അതുകൊണ്ട് അവൻ സമ്മതിക്കും. ബാക്കി കാര്യം നമുക്ക് പിന്നീട് നോക്കാം. തൽക്കാലം ജീവൻ രക്ഷിക്കാമല്ലോ. രംഗം 2: സിംഹത്തിന്റെ ഗുഹയിൽ. മൃഗങ്ങൾ എല്ലാം കൂടി സിംഹത്തിന്റെ അടുത്തെത്തുന്നു. സിംഹം ഗർജിച്ചുകൊണ്ട്, എന്താടാ, നിങ്ങളെല്ലാവരും കൂടി എന്റെ ഗുഹയ്ക്ക് മുന്നിൽ? നിങ്ങൾക്ക് ചാവാൻ സമയമായോ? ആന: അല്ല, കാട്ടിലെ രാജാവേ, അങ്ങേക്ക് വന്ദനം. ഞങ്ങളൊരു അപേക്ഷയുമായി വന്നതാണ്. അങ്ങ് ദിവസവും ഒരുപാട് മൃഗങ്ങളെ കൊല്ലുന്നുണ്ട്. ഇങ്ങനെ പോയാൽ ഈ കാട്ടിൽ മൃഗങ്ങൾ ഇല്ലാതാകും. അതിനൊരു പരിഹാരമായി ഞങ്ങൾ ദിവസവും ഒരാളെ വീതം അങ്ങയുടെ ഭക്ഷണത്തിനായി ഇങ്ങോട്ട് അയക്കാം. അങ്ങേക്ക് വേട്ടയാടാൻ നടക്കുകയും വേണ്ട, ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുകയുമില്ല. സിംഹം മീശ പിരിച്ചുകൊണ്ട് ആലോചിച്ചു. കൊള്ളാം, നല്ല നിർദ്ദേശം. എനിക്ക് കഷ്ടപ്പെടാതെ ഭക്ഷണം കിട്ടുമല്ലോ. പക്ഷേ ഓർത്തുവെച്ചോ, ഏതെങ്കിലും ഒരു ദിവസം ആരും വന്നില്ലെങ്കിൽ ഞാൻ കാട് മുഴുവൻ തച്ചുടച്ച് നിങ്ങളെയെല്ലാം കൊന്നുകളയും. രംഗം 3: മുയലിന്റെ ഊഴം, ബുദ്ധിപൂർവമായ നീക്കം. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ആ കൊച്ചു മുയലിന്റെ ഊഴം വന്നു. അവൻ വളരെ വൈകിയാണ് സിംഹത്തിന്റെ അടുത്തെത്തിയത്. സിംഹം വിശന്ന് ദേഷ്യപ്പെട്ടിരിക്കുകയായിരുന്നു. സിംഹം അലറിക്കൊണ്ട്, എന്താടാ കുറുക്ക, എവിടെയായിരുന്നു നീ? ഇത്രയും ചെറിയൊരു മുയലിനെയാണോ അവർ എനിക്ക് അയച്ചു തന്നത്? ഇത്രയും വൈകാൻ എന്താ കാരണം? മുയൽ കൈകൾ കൂപ്പി പേടിക്കുന്നതായി അഭിനയിച്ച്, അല്ലയോ രാജാവേ, എന്നെ ഒട്ടും കുറ്റം പറയരുത്. ഞാനും എന്റെ മറ്റ് 4 കൂട്ടുകാരും അങ്ങയുടെ അടുത്തേക്ക് വരികയായിരുന്നു. പക്ഷേ വരുന്ന വഴിയിൽ മറ്റൊരു വലിയ സിംഹം ഞങ്ങളെ തടഞ്ഞു നിർത്തി. അവൻ ഞങ്ങളുടെ 3 കൂട്ടുകാരെ തിന്നു. ഞാൻ കഷ്ടപ്പെട്ടാണ് അങ്ങയുടെ അടുത്തേക്ക് ഓടി രക്ഷപ്പെട്ടത്. സിംഹം അത്ഭുതത്തോടെയും ദേഷ്യത്തോടെയും, എന്താ, ഈ കാട്ടിൽ എനിക്ക് മുകളിൽ മറ്റൊരു സിംഹമോ? അവൻ എവിടെയാ ഉള്ളത്? എന്നെ അവന്റെ അടുത്തേക്ക് കൊണ്ടുപോകൂ. മുയൽ: വാ രാജാവേ, അവൻ ദാ ആ വലിയ കിണറ്റിലാണ് താമസം. അങ്ങയെ വെല്ലുവിളിക്കുകയും ചെയ്തു. രംഗം 4: അവസാനം. മുയൽ സിംഹത്തെ ഒരു വലിയ കിണറിന് അടുത്ത് എത്തിക്കുന്നു. മുയൽ: ദാ നോക്കൂ രാജാവേ, അവൻ ആ കിണറ്റിൽ ഒളിച്ചിരിപ്പുണ്ട്. സിംഹം കിണറ്റിലേക്ക് നോക്കുന്നു. വെള്ളത്തിൽ സ്വന്തം നിഴൽ കണ്ട് അത് മറ്റൊരു സിംഹമാണെന്ന് അവൻ തെറ്റിദ്ധരിക്കുന്നു. സിംഹം ദേഷ്യത്തോടെ ഗർജിച്ചപ്പോൾ കിണറ്റിൽ നിന്നും പ്രതിധ്വനി കേട്ടു. സിംഹം: എന്നെ നോക്കി